ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ എനിക്കൊപ്പം ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ ഒരുപാട് വാർത്തകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ നിതിൻ രാജ് ഉൾപ്പെടെയുള്ള വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാൻ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടായി ഇന്ന് പത്രങ്ങളിലെല്ലാം ഉള്ളത്. നമ്മൾ മാധ്യമം പത്രത്തിൻ്റെ തലക്കെട്ട് നോക്കുകയാണെങ്കിൽ നോ ഡീൽ എന്നാണ് ഇന്നതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇറാൻ US ചർച്ച വഴിമുട്ടി, ഹോർമൂസ് ഉപരോധിക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് എന്നുള്ളതാണ്. ചർച്ചകൾക്ക് ശേഷം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങുന്ന ഒരു ചിത്രം കൂടി നൽകിക്കൊണ്ടാണ് മാധ്യമം ഒന്നാമത്തെ പേജിലെ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയിലേക്ക് വരുമ്പോൾ ഹോർമൂസിൽ പടയൊരുക്കം എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇറാൻ US ഇസ്ലാമാബാദ് ചർച്ച പൊളിഞ്ഞു, ഒരു കപ്പലും കടത്തിവിടില്ലെന്ന് ട്രംപിൻ്റെ ഭീഷണി, ചർച്ച തുടരാൻ ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഇതൊക്കെ എന്ത് എന്ന അടിക്കുറിപ്പോടുകൂടി ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. US-ലെ ഫ്ലോറിഡയിൽ UFC 327 അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരം കാണുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന ഒരു ചിത്രം, റോയിട്ടേഴ്സിൻ്റെ ഒരു ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് മനോരമ ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. തൊട്ട് മുൻപ് പറഞ്ഞ വാർത്തയാണ്, അതായത് തൊട്ട് മുൻപ് കണ്ണൂരിൽ നിന്ന് നിഖിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർത്തയിൽ ആണ് മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത്. അധിക്ഷേപിച്ച് കുരുങ്ങി എന്നുള്ളതാണ്. നിതിൻ രാജിൻ്റെ മരണം, അധ്യാപകരുടെ പേരിൽ കേസ്, അധ്യാപകനെതിരെ മുൻപും നടപടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില വാർത്തകൾ കൂടി, അല്ലെങ്കിൽ മറ്റു ചില വിവരങ്ങൾ കൂടി അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോഴും അധ്യാപകനെതിരെ മുൻപ് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. മനോരമ പത്രത്തിൽ മറ്റൊരു വാർത്ത, അത് എല്ലാ പത്രങ്ങളിലും നിന്നും അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മനോരമ അത് വളരെ ഗംഭീരമായി അതിൽ ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആശാ ഭോസ്ലെയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അനശ്വരം ആശാഗാനം എന്നാണ്. ആശാ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് 4-ന് മുംബൈയിൽ. എൻ്റെ ജീവിതം ഒരു ഗാനം പോലെയായിരുന്നു, ചിലപ്പോൾ പതിഞ്ഞ താളത്തിൽ, ചിലപ്പോൾ ചടുല വേഗത്തിൽ, പക്ഷേ എല്ലായ്പ്പോഴും അതിൽ ആത്മാവുണ്ടായിരുന്നുവെന്ന് ആശാ ഭോസ്ലെ പറഞ്ഞ ഒരു കൂട്ടുകൂടി ചേർത്തുകൊണ്ടാണ് ഈ മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. 1933 മുതൽ 2026 വരെ നീണ്ട 93 വർഷത്തെ ജീവിതം, 12,000-ലധികം ഗാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വാർത്തയിൽ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനോരമയിൽ നോക്കിയാൽ കാണാൻ കഴിയും. മാധ്യമം പത്രത്തിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് വനിതാ സംവരണ ബില്ലാണ്. പിന്തുണ തേടി പ്രധാനമന്ത്രി, സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഗാർഗെ, MP-മാർക്ക് വിപ്പ് നൽകി BJP. 33% വനിതാ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നീക്കത്തിലേക്ക് പോകുന്നു. അതിൽ തന്നെ പക്ഷേ ആശയക്കുഴപ്പവും ചില സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ വാർത്തയാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ, ആ വാർത്ത കൂടി മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിറാജിലേക്ക് വന്നാൽ SIR രണ്ടാം ഘട്ടം, അതായത് SIR-ൻ്റെ രണ്ടാം ഘട്ടം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടെ നടക്കുമ്പോൾ പുറത്തായത് 5.18 കോടി, 5,18,00,000 വോട്ടർമാർ പുറത്തായി എന്നുള്ളതാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മൂന്നാം ഘട്ടം ഉടൻ തുടങ്ങുകയാണ്. ഇനി മൂന്നാം ഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപ്പിലാക്കാനുള്ളത് എന്ന കാര്യം കൂടിയാണ് സിറാജ് ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സുപ്രഭാതം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് 3 ദിവസം കഴിഞ്ഞു, വോട്ട് കണക്കില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 3 ദിവസം പിന്നിട്ടിട്ടും വോട്ടുകൾ സംബന്ധിച്ച് അന്തിമ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം സംസ്ഥാന തലത്തിലെ പോളിംഗ് ശതമാനം മാത്രമാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. എന്നാൽ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണമോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിടുമെന്നാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം എന്നാണ്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് എത്ര ആളുകൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് സുപ്രഭാതം. അത് മറ്റു പത്രങ്ങളിൽ നിന്ന് ആ വാർത്തയുണ്ട്. സുപ്രഭാതം ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനോരമയിൽ ഒരു വാർത്തയുള്ളത് 5 മന്ത്രിമാരും തോൽക്കും എന്നൊരു വാർത്ത കൂടി ഇന്ന് 5 മന്ത്രിമാരടക്കം തോൽക്കും എന്നൊരു വാർത്ത ഇന്ന് മനോരമ പത്രത്തിൽ ഇന്ന് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മന്ത്രിമാർ തോൽക്കും എന്നുള്ള വാർത്തയാണ് അതിൽ നൽകിയിരിക്കുന്നത്. ജനയുഗം പത്രത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ് ആ വാർത്ത. കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് വാർത്ത. സ്വപ്ന കസേരയ്ക്ക് തമ്മിലടി എന്നുള്ളതാണ്. ഫലം വരും മുമ്പേ കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരുടെ പട, സതീശനും ചെന്നിത്തലയ്ക്കും ഭീഷണിയായി വേണുഗോപാൽ. വോട്ടെണ്ണലിന് ശേഷം ചർച്ച മതിയെന്ന് മുതിർന്ന നേതാക്കൾ. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് സ്വപ്ന കസേരയ്ക്ക് തമ്മിലടി എന്ന നിലയിൽ ഇന്ന് വാർത്ത നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല മറ്റൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. അത് ഇതിങ്ങനെയാണ്: കേന്ദ്ര ഏജൻസികളുടെ കർശന നിർദ്ദേശം, ELSA 3 മാറ്റണമെന്ന്.
അതായത് എൽസ-3 എന്ന കപ്പൽ കേരള തീരത്ത് മുങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ്. കണ്ടെയ്നറുകളുമായി കൊച്ചി തീരത്ത് മുങ്ങിത്താഴുന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ എൽസ-3 കാലവർഷത്തിന് മുൻപ് ഉയർത്തി മാറ്റണമെന്നാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഏജൻസികൾ DG ഷിപ്പിംഗ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. വിഷപദാർത്ഥങ്ങൾ നിറച്ച കണ്ടെയ്നറുകൾ കപ്പലിനൊപ്പം ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. മൺസൂൺ കാലാവസ്ഥയിൽ ഇവ വിട്ടുമാറി തീരത്തേക്ക് എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശം. അതായത് കേരളത്തിൽ ഇനി ജൂണോടുകൂടി വർഷകാലം വരുമ്പോൾ ഇപ്പോൾ അടിയിൽ കടലിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കണ്ടെയ്നറുകളെല്ലാം തീരത്തേക്ക് വരുന്നത് വലിയ തരത്തിലുള്ള ദോഷമുണ്ടാക്കും. അതിനുള്ളിലുള്ള വിഷാംശങ്ങൾ എല്ലാം കരയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനു മുൻപ് അത് എടുത്തു മാറ്റണമെന്നുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത അത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. അത് കേരള കൗമുദിയിൽ നമുക്ക് കാണാൻ കഴിയും. എഡിറ്റോറിയലിലൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ മാതൃഭൂമിയിലുള്ള എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ആശാ ഭോസ്ലെയുമായി ബന്ധപ്പെട്ടാണ്. അത് മറക്കില്ല മരിക്കില്ല ആശാനാഥം എന്നാണ്. ലതാ മങ്കേഷ്കറിൻ്റെ സ്ഫടികശുദ്ധമായ ശബ്ദം അപ്പുറത്തുണ്ടായിട്ടും തൻ്റെ ശബ്ദത്തെ ആവശ്യപ്പെടുന്ന ഒരു സംഗീതകാലത്തെ ആശാ ഭോസ്ലെ സൃഷ്ടിക്കുക തന്നെ ചെയ്തു. അത് ശുദ്ധവും സുതാര്യവുമായ സാഹോദര്യ മത്സരത്തിൻ്റെ ഫലമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റു പല ഗായികമാരും സ്വന്തം ചേച്ചി അടക്കമുണ്ടായിട്ടും അവിടുന്നൊക്കെ മാറി സ്വന്തമായൊരു വഴി വെട്ടി തുറക്കാൻ കഴിഞ്ഞ ആശാ ഭോസ്ലെയെക്കുറിച്ചാണ് മാതൃഭൂമി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മാധ്യമത്തിലെ എഡിറ്റോറിയൽ ഇന്ന് ഇറാൻ US ചർച്ചയുമായി ബന്ധപ്പെട്ട ആ കാര്യമാണ്. സമാധാനം പുലരണമെങ്കിൽ ആക്രമണം തുടങ്ങുക മാത്രമല്ല സമാധാന ശ്രമങ്ങളെ തുരങ്കം വെക്കുക കൂടി ഇസ്രായേൽ അമേരിക്ക പക്ഷത്തിൻ്റെ രീതിയാണ് എന്നുള്ളതാണ് മാധ്യമം അതിൻ്റെ നിലപാട് പറയുന്നത്. ഇസ്ലാമാബാദിൽ US-ഉം ഇറാനും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടത് അപ്രതീക്ഷിതമല്ല. തുടങ്ങുന്നതിന് മുൻപേ പരാജയപ്പെട്ടു എന്ന് കരുതാനാവും വിധം വിരുദ്ധ നിലപാടുകളുമായാണ് ബന്ധപ്പെട്ടവർ ചർച്ചയ്ക്കെത്തിയത്. നേരത്തെ പാക് മധ്യസ്ഥതയിൽ തന്നെ നിലവിൽ വന്ന വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ ലെബനാൻ അതിക്രമങ്ങൾ കാരണം അർദ്ധപ്രാണനായി കഴിഞ്ഞിരുന്നു എന്നതാണ്. അതായത് ഇരു കൂട്ടർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു താല്പര്യം ഒന്നും കാണിക്കുന്നില്ല. അത് ലോകത്തെ ആകെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് വീണ്ടും തള്ളിയിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. യുദ്ധം എവിടെയോ നടക്കുന്നു, പക്ഷേ അതിൻ്റെ അനുരണനങ്ങൾ ഇവിടെ കേരളവും അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അതിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കുക മാത്രമേ ഇപ്പോൾ വകയുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് മറ്റു വാർത്തകളിലേക്ക് സേതുവിലേക്ക്.